ഭഗവത്ഗീതയ്ക്ക് ശേഷം ഭാഗവതം അറബിയിലേക്ക്. കോടിക്കണക്കിന് ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ അറബിയിൽ ഇതിനോടകം വിറ്റഴിഞ്ഞു കഴിഞ്ഞു. എണ്ണപ്പെടുത്താൻ പറ്റാത്ത അത്രയധികം അറബികൾ ശ്രീകൃഷ്ണന്റെ പാത പിന്തുടർന്ന് ഭഗവത്ഗീത വായിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നതനുസരിച്ച് അവരുടെ ജീവിതം ജീവിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി ഇത്രയധികം പുസ്തകങ്ങൾ അറബിയിൽ വിറ്റുപോയതുകൊണ്ടും അറബികളുടെ ഇടയിൽ സനാതന ധർമ്മത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സ്വീകാര്യത കൊണ്ടുമാണ് ഇസ്കോൺ അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ശ്രീമദ് ഭാഗവതം അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. അറബിയിലെ ഭഗവത്ഗീതയ്ക്ക് ശേഷം ഇപ്പോൾ അറബിയിൽ ഭാഗവതവും വിവർത്തനം ചെയ്യപ്പെടുന്നു. ശ്രീമദ് ഭാഗവതം എന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഴുവൻ അവതാരങ്ങളെ പറ്റിയും വളരെയധികം വിശദീകരിച്ച കഥകളുള്ള ഇന്ത്യയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിൽ ഒന്നായ ശ്രീമദ് ഭാഗവതം ഇപ്പോൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഇതിന് കാരണം അറബിയിൽ ഭഗവത്ഗീതയ്ക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയാണ്. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാത്തൊരു വാർത്തയാണത്. അതായത് പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ അറബിയിലുള്ള ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ആളുകൾ വളരെയധികം ഇഷ്ടത്തോടെയാണ് വാങ്ങുന്നത്. അവിടെ ഫോട്ടോകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അറബികളായ മുസ്ലിങ്ങൾ സന്തോഷത്തോടെ ഭഗവത്ഗീതയും അതുപോലെ ഉപനിഷത്ത് പോലെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള മറ്റു പുസ്തകങ്ങളും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ, അത് വളരെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ഇതൊരു വലിയ ഉദ്യമമാണ്. കാരണം ഭാഗവതം എന്ന് പറയുന്നത് ഒരു ചെറിയ പുസ്തകമല്ല, ഏകദേശം 12 പുസ്തകങ്ങൾ ഒരുമിച്ചുള്ള ഒരു വലിയ ബുക്ക് സെറ്റ് തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ഈ 12 പുസ്തകങ്ങൾ സംസ്കൃതത്തിലെ അവരുടെ ശ്ലോകങ്ങൾ ഉൾപ്പെടെ അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. അറബികളുടെ ഇടയിൽ സനാതന ധർമ്മം ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷത്തോടെ ഭഗവാന്റെ ലീലകൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്കോൺ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ഭാഗവതം സാധാരണ വായിക്കുന്നത് ഭഗവത്ഗീതയൊക്കെ വായിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി അറിഞ്ഞ് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണ്. ഭഗവത്ഗീത, ഉപനിഷത്ത് പോലെയുള്ള വേദഗ്രന്ഥങ്ങൾ വായിച്ച് ഒട്ടനവധി അറബികൾ സനാതന ധർമ്മം സ്വീകരിച്ച് മാംസഭക്ഷണം ഉപേക്ഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാത പിന്തുടർന്ന് ജീവിക്കുന്നു. എണ്ണപ്പെടുത്താൻ പറ്റാത്ത അത്രയധികം അറബികളാണ് ലോകം മുഴുവൻ ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ പാത പിന്തുടർന്നത്. ഇതിന്റെ തെളിവാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ വരുമ്പോൾ അത് കോടിക്കണക്കിന് അറബി ഭാഷയിൽ വിറ്റുപോയത്. ഇന്ത്യയിൽ സനാതന ധർമ്മത്തിന്റെ പിന്തുടർച്ചക്കാരാണ് പിന്നീട് ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ സ്വീകരിച്ചത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ഈ രാജ്യത്ത് ജീവിച്ച എല്ലാവരുടെയും പൂർവികർ സനാതന ധർമ്മ വിശ്വാസികളായിരുന്നു. പക്ഷേ മറ്റു മതങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് അവർ ഇന്ത്യയുടെ സംസ്കാരമായ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഒന്നും വായിക്കാതെയായി. അപ്പോഴാണ് അറബികൾ സന്തോഷത്തോടെ വളരെയധികം ബഹുമാനത്തോടെ ഭഗവത്ഗീത പോലെയുള്ള പുസ്തകങ്ങൾ നെഞ്ചോട് ചേർക്കുന്നത്. മുസ്ലിം കുടുംബത്തിൽപ്പെട്ട എത്ര പേരാണ് ബ്രഹ്മചാരിമാരായ വിദേശ രാജ്യങ്ങളിൽ ക്ഷേത്രങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നത്. മുഹമ്മദ് എന്നു പേരുള്ള ഉപനിഷത്തുകളിൽ പണ്ഡിതനായ സന്യസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രഹ്മചാരിയെ പറ്റി കർമ്മ ന്യൂസ് പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. മുഹമ്മദ് പക്ഷേ കാവി ഉടുത്ത് തലമുണ്ടനം ചെയ്ത ആളല്ല. പക്ഷെ കാവി ഉടുത്ത് തലമുണ്ടനം ചെയ്ത് തലയിൽ കുടുമ വെച്ച് കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് സംസ്കൃതത്തിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരു ബ്രഹ്മചാരിയുടെ പേരാണ് അബ്ദുൾ. ഇതുപോലെ നിരവധി ബ്രഹ്മചാരിമാരും കല്യാണം കഴിച്ച ഗൃഹസ്ഥരും എന്തിന് പർദ്ദയും ബുർക്കയും ധരിച്ച മുസ്ലിം സ്ത്രീകളും വരെയുണ്ട് കൃഷ്ണഭക്തരായിട്ട്. വർഷങ്ങളായി ബുർക്കയും പർദ്ദയും ധരിച്ച് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ നിവേദിക്കാൻ ദക്ഷിണയും പഴങ്ങളും ഒക്കെ വളരെ ഭക്തിയോടെ അമ്പലത്തിൽ വരുന്ന അറബി സ്ത്രീകളെ പറ്റിയും ഞങ്ങൾ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അറബി പെൺകുട്ടികൾ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള സ്നേഹം കാരണം വേദമന്ത്രങ്ങൾ പഠിച്ച് ഉപനിഷത്തുകൾ പഠിച്ച് വിദേശ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി വരെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഈ മുസ്ലിം പെൺകുട്ടികൾ യാഗങ്ങളും ഹോമങ്ങളും നടത്തി വേദമന്ത്രങ്ങൾ ഉരുവിട്ട് സനാതന ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. ഇത്രയധികം അറബികൾ ശ്രീകൃഷ്ണനിലേക്കും സനാതന ധർമ്മത്തിലേക്ക് അടുക്കുന്നതിന്റെ മറ്റൊരു കാര്യം ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടെ കൊണ്ടാണ്. ജാതിമത ഭേദമില്ലാതെ ലോകം മുഴുവൻ വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവരുടെ നിരവധി കഷ്ടപ്പാടുകളിൽ അവരെ സഹായിക്കുന്ന ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ. അവർ വളരെയധികം ആഗ്രഹിക്കുന്നത് ലോക സമാധാനമാണ്. കേരളത്തിലും അവർ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവർ നടത്തുന്ന അന്നദാന ചടങ്ങുകളിൽ നിരവധി മുസ്ലിങ്ങൾ പങ്കുചേരുന്നു. മറ്റു മതങ്ങളിൽപ്പെട്ടവർക്ക് ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളും ഇവർ നൽകാറില്ല. അതായത് മതം മാറി ഹിന്ദുവായാൽ അവർക്ക് സൗജന്യമായ ഭക്ഷണം കൊടുക്കാമെന്നും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാമെന്നും ഒക്കെ അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളും ഇല്ലാതെയാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ലോകം മുഴുവൻ അവർ മുസ്ലിങ്ങളുമായി വളരെ നല്ല ബന്ധമാണ് പുലർത്തുന്നത്. ബംഗ്ലാദേശിൽ സ്ഥിരമായി പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇവരുടെ
അവരുടെ അമ്പലങ്ങൾ കത്തിച്ച് ആക്രമിച്ചു. അന്നദാനത്തിനു വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതേ അടുക്കളകൾ കത്തിച്ചു. പക്ഷേ എന്നിട്ടും ലോകം മുഴുവൻ മുസ്ലിങ്ങളെ സഹായിക്കുന്ന അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ സന്തോഷത്തോടെ തുടർന്നു വരുന്നു, ആരോടും ഒരു പരാതിയുമില്ലാതെ. ഹരേ കൃഷ്ണ പ്രസ്ഥാനം അവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. കാരണം അവർക്ക് അതിനൊന്നും വളരെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. മറ്റു മതസ്ഥരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ നിരവധി പ്രോഗ്രാമുകൾ കേരളത്തിലും അവർ സ്ഥിരമായി നടത്താറുണ്ട്. അതിൻ്റെയൊക്കെ ചില ഫോട്ടോകൾ ഞങ്ങൾ പലപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട്. സനാതന ധർമ്മം അതൊരു മതമല്ല, അത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സംസ്കാരമാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം അവരുടെ പുസ്തകങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിനെയും മുഹമ്മദ് നബിയും ഒക്കെ വാഴ്ത്തിപ്പാടുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം, അതിൽ ആരെയും ബൈബിളിനെയും ഒക്കെ ഖുറാനെയും ഒക്കെ വളരെയധികം ആദരവോടെയാണ് അവർ കാണുന്നത്. അവർ ആളുകളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം നിങ്ങൾ തുടർന്നോളൂ, ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ജീവിച്ചോളൂ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും ആരെയും നിർബന്ധിച്ച് അവരുടെ ഭക്തരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീരാമനെ വെറുക്കുന്നവരെ വരെ സ്നേഹിച്ച ആളാണ് ശ്രീരാമൻ. യഥാർത്ഥ രാമരാജ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമുള്ള മതവും വിശ്വാസങ്ങളും പിന്തുടരാനുള്ള അവകാശം ലഭിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് സനാതന ധർമ്മം ഇപ്പോഴും ലോകം മുഴുവൻ നിലനിൽക്കുന്നതും പടർന്നു പന്തലിക്കുന്നതും. ഭഗവാൻ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് അറബികൾക്ക് അവരോട് ഇഷ്ടം തോന്നാനുള്ള കാര്യവും. അറബിയിൽ ഭാഗവതം അച്ചടിക്കാൻ ഹംഗറി എന്ന യൂറോപ്യൻ രാജ്യത്തെ ഒരു വിദേശിയായ പ്രാഞ്ച് എന്ന ഒരു സന്യാസി അവിടുത്തെ അതിപ്രശസ്തമായ സ്വിമ്മിംഗ് മാരത്തോൺ ഇവന്റുകളിൽ പങ്കെടുക്കുന്നു. ഹംഗറി എന്ന രാജ്യത്ത് നടക്കുന്ന വളരെ പ്രശസ്തമായ ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഇവന്റാണ് അവിടുത്തെ തണുത്തു വിറങ്ങലിച്ച നദി നീന്തി കടക്കുക എന്നുള്ളത്. 3 കിലോമീറ്റർ കൂടുതൽ വരുന്ന ആ നദി 3.5 കിലോമീറ്റർ തണുത്ത് വിറങ്ങലിച്ച് നീന്തി കടന്ന് സ്വിമ്മിംഗ് മാരത്തോൺ എന്ന ഇവന്റിൽ പങ്കെടുത്ത ശിവരാമസ്വാമി എന്ന പേരുള്ള വിദേശിയായ സന്യാസി ഇത് കാണാൻ വരുന്നവർ, ഇത് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ദക്ഷിണ അത് മുഴുവൻ അറബിയിലേക്ക് ഭാഗവതം വിവർത്തനം ചെയ്യാൻ അദ്ദേഹം ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാരത്തോൺ ഓടുന്നത് പോലെ അവിടുത്തെ ആൾക്കാരുടെ എല്ലാ വർഷവുമുള്ള ഒരു ഇഷ്ടവിനോദമാണ് ഈ നീന്തൽ മാരത്തോൺ. ശിവരാമസ്വാമിയെ കുറിച്ച് കൂടുതൽ അറിയാൻ അദ്ദേഹത്തിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെ പറ്റിയും ഭാഗവതം അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനെ പറ്റിയും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് അറബിയിലേക്ക് ഭാഗവതം വിവർത്തനം ചെയ്യാനുള്ള ദക്ഷിണ ലഭിക്കട്ടെ ഈ മഹാനായ സന്യാസിക്ക്. അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മുടെ പാരമ്പര്യമായ ഭാഗവതം അറബികൾക്ക് വായിക്കാനുള്ള സൗഭാഗ്യവും ഉണ്ടാകട്ടെ. ന്യൂസ് ഡെസ്ക് കർമാസ്.